പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നും ഗവിയിലേക്കുള്ള പ്രിയദർശിനി സർവീസിന് പുതിയ ബസ്സുകൾ ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തം. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ പലപ്പോഴും വനമധ്യത്തിൽ ബ്രേക്ക് ഡൌൺ ആകുന്നു. വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ശേഷം ഓവർലോഡുമായാണ് പ്രിയദർശിനി ബസ് ഗവി സർവീസ് നടത്തുന്നത്. ഇന്നലെ മുതൽ യാത്രക്കാരുടെ എണ്ണം 55ആയി പരിമിതപ്പെടുത്തി. ഗവി പ്രിയദർശിനി ബസ്സിൽ മെക്കാനിക് കം ഡ്രൈവർ തസ്തികയിലുള്ള ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, നമ്മൾ ഈ പൊന്മുടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഗവിയിലേക്കുള്ള വഴിയൊക്കെയും. അതിപ്പോൾ ഓവർലോഡ് ആകുന്ന അവസ്ഥ. എത്ര പരിചയമുള്ള ഡ്രൈവർമാരാണ് ആ ബസ് ഓടിക്കുന്നതെന്ന് പറഞ്ഞാലും കഷ്ടപ്പാട് തന്നെയായിരിക്കും. കാരണം ബസ് ഓവർലോഡ് അല്ലെങ്കിൽ പോലും ആ വഴികളിലൂടെ അത്ര ദുർഘടമാണ് യാത്ര. അപ്പൊ എന്താണ് ഇപ്പൊ നിലവിലെ തീരുമാനം? ഈ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാനുള്ള ആവശ്യമൊക്കെ ഉയർത്തുന്നു ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഈ ഓവർലോഡ് കുറയ്ക്കാനുള്ള തീരുമാനങ്ങളും എടുക്കുന്നുണ്ടോ? സർക്കാരിന്റെ തീരുമാനം അറിയുന്നുണ്ടോ ഈ വിഷയത്തിലൊക്കെ? റോഷ്നി, അല്പനാൾ മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നും ഗവിയിലേക്ക് 2 സർവീസുകളുണ്ട്. പുലർച്ചെ 5:30ക്കും 6:30ക്കും. ഈ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ഒന്ന് വനമധ്യത്തിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആകുന്നു. അവിടെ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വളരെ കുറവുള്ള സ്ഥലമാണ്. അതായത് മൊബൈൽ ടവറുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളിൽ കൂടി ആശയവിനിമയം നടത്തുക എന്നുള്ളതൊക്കെ വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഈ വനമധ്യത്തിൽ ബസ് കുടുങ്ങുകയും കുട്ടികൾ ഉൾപ്പെടെ യാത്രാസംഘം ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്തു. അവരുടെ കയ്യിൽ കുടിവെള്ളമോ ലഘുഭക്ഷണമോ ഒന്നുമില്ലായിരുന്നു. വളരെ വൈകിയാണ് പത്തനംതിട്ട ഡിപ്പോയിൽ ഈ വിവരം അറിഞ്ഞത്. പിന്നീട് ഒരു മെക്കാനിക്കിനെയും മറ്റൊരു പ്രത്യേക ബസ്സും അവിടേക്ക് അയക്കുകയായിരുന്നു. അതും 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ സ്ഥലത്തേക്ക് പിന്നീട് പകരം ഒരു ബസ്സിനും ഒപ്പം തന്നെ മെക്കാനിക് ഉൾപ്പെട്ട സംഘത്തിനും എത്താൻ കഴിഞ്ഞത്. ആ സമയം വരെ അവിടെ കുട്ടികളും ഈ സ്ത്രീകളും അടങ്ങിയ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. അതാണ് അല്പനാൾ മുമ്പ് നടന്നൊരു സംഭവം. ഇപ്പോൾ ഈ സൗജന്യ യാത്ര വന്നതോടുകൂടി വളരെയധികം ആളുകളുമായിട്ടാണ് ഗവി ബസ് സർവീസ് നടത്തുന്നത്. ശരാശരി 100-ലധികം യാത്രക്കാർ ഇതിലുണ്ട്. വളരെ ദുർഘടം പിടിച്ച പാതയാണ്. കഴിഞ്ഞ ദിവസം അവിടെ മഴ പെയ്ത് റോഡിന്റെ ഒരു ഭാഗം ഇളകിപ്പോയിരുന്നു. പിന്നീട് KSEB ജീവനക്കാരൊക്കെ വന്ന് ചെറിയ കല്ലുകളൊക്കെ പെറുക്കിയിട്ടാണ് ആ റോഡ് ക്ലിയർ ആക്കിയത്. അതിൽ കൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ വളരെ ദുർഘടം പിടിച്ച പാത. മറ്റൊന്ന് ഓവർലോഡ്. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാർ വളരെയധികം ആശങ്കയിലാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ KSRTC ഒരു തീരുമാനമെടുത്തു. ഇനി 55 യാത്രക്കാരെ മാത്രമേ ഗവി സർവീസിൽ അനുവദിക്കുകയുള്ളൂ എന്ന്. കഴിഞ്ഞ ദിവസം ബ്രേക്ക് ഡൗൺ ആയപ്പോൾ 70 യാത്രക്കാരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിന് മുമ്പൊക്കെ 100-ലധികം യാത്രക്കാരുമായിട്ടാണ് ഈ KSRTC പ്രിയദർശിനി ഗവിയിലേക്കുള്ള ബസ് സർവീസ് നടത്തിയിരുന്നത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡ്രൈവർ, ഒരു കണ്ടക്ടർ, അങ്ങനെയാണ് ഈ ബസ് പോകുന്നത്. ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് മെക്കാനിക് അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ അറിയാവുന്ന ഒരാളെ കൂടി, ആ തസ്തികയിൽ ജോലിയുള്ള ഒരാളെ കൂടി ഡ്രൈവറായി അതിൽ നിയോഗിക്കണമെന്നുള്ളതാണ്. കാരണം 50-ലധികം കിലോമീറ്റർ ദൂരം വനത്തിനകത്തൂടെ തന്നെ പോകുന്ന ഒരു റോഡാണ് ഈ ഗവി എന്നുള്ളത്. അപ്പോൾ ബസ്സിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ മെക്കാനിക് അറിയാവുന്ന ഒരാൾ കൂടി, അറ്റകുറ്റപ്പണി അറിയാവുന്ന ഒരാൾ ജീവനക്കാരനായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ബസ് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും. കഴിഞ്ഞ ദിവസം ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഇതിന് തൊട്ടുപുറയിൽ മറ്റൊരു KSRTC ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ ഈ മെക്കാനിക് ഉണ്ടായിരുന്നു. ആ മെക്കാനിക് ഇറങ്ങിയാണ് ഈ പ്രിയദർശിനി ബസ്സിന്റെ പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ യാത്ര തുടരാൻ കഴിഞ്ഞു. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു മെക്കാനിക് കം ഡ്രൈവർ തസ്തികയിലുള്ള ഒരു ജീവനക്കാരനെ ഈ ഗവി സർവീസിൽ നിയോഗിക്കണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. മറ്റൊന്ന്, വനമേഖലയിൽ കൂടി പോകുന്നതിനാൽ നമ്മൾ സാധാരണ കാണുന്ന KSRTC ബസ്സിന്റെ മോഡലിലുള്ള ബസ്സല്ല അവിടെ ഉപയോഗിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. 35ആണ് സീറ്റിംഗ് കപ്പാസിറ്റി. അതായത് ഒരു മിനി ബസ് മാതൃകയിൽ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സാണ് ഈ വനമേഖലയിൽ കൂടി ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വളരെയധികം കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ്. ഇനിയിപ്പോൾ KSRTC ഈ ഗവി സർവീസിന് വേണ്ടി മാത്രമായി പുതിയ ബസ്സുകൾ ഉപയോഗിക്കണമെന്ന ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ ബസ്സിൽ ആൾത്തിരക്ക് കൂടില്ലേ എന്നുള്ളതൊരു ചോദ്യമായിരുന്നു. അത് കൂടി. പക്ഷേ സാധാരണ റോഡുകളിലൂടെ പോകുന്നത് പോലെ അല്ലല്ലോ. ഇപ്പോൾ ചെങ്കുത്തായ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏരിയകളും വനമേഖലകളിലൂടെയൊക്കെ പോകുന്ന ബസ്സുകളിൽ ഓവർലോഡ് വന്നാലുള്ള സാഹചര്യം മറ്റൊന്നാണ്. അതിന്റെ ഒരു ഗൗരവം സർക്കാർ കണക്കിലെടുക്കണം എന്നുള്ളത് വലിയ ആവശ്യമാണ്.